ഡിയേഴ്സ്, നമ്മുടെ ക്രിസ്മസ് എക്സാം ആയിക്കോട്ടെ, ഓൺ എക്സാം ആയിക്കോട്ടെ, ഏത് എക്സാം എടുത്താലും അതിൽ നിന്ന് വരയ്ക്കാനുള്ള ക്വസ്റ്റ്യൻ എന്തായാലും ഉണ്ടാവും അല്ലെ. ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്താൽ നിങ്ങൾ എന്തായാലും വരയ്ക്കാനുള്ള ക്വസ്റ്റ്യൻസ് എന്തായാലും കാണും അല്ലെ. അപ്പൊ ഈ ഒരു എക്സാമിന്, നമ്മുടെ ക്രിസ്മസ് എക്സാമിന് വരയ്ക്കാനുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ പോകുന്നതടാ ചതുർഭുജങ്ങളുടെ നിർമ്മിതി അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ ഓഫ് ക്വാഡ്രിലാറ്ററൽ എന്ന് പറയുന്ന ചാപ്റ്ററിനാണ് കേട്ടോ നിങ്ങൾക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ, വരയ്ക്കാനുള്ള ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോകുന്നത്. അപ്പൊ നമ്മൾ വെറുതെ ആ മാർക്ക് മിസ്സാക്കേണ്ട ആവശ്യമുണ്ടോ? നമുക്ക് സിമ്പിൾ ആയിട്ട് അതങ്ങ് പഠിച്ചാലോ. അപ്പൊ ആരെങ്കിലും ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പെട്ടെന്നൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക, അതിൻ്റെ കൂടെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വരയ്ക്കാനുള്ള ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ അതിൽ എന്തായാലും വരാൻ പോകുന്ന ഒരു ക്വസ്റ്റ്യൻ എന്തായാലും ഏതായിരിക്കും? സ്ക്വയർ വരയ്ക്കാനായിരിക്കും. ഓക്കെ, സെയിം നമ്പർ ഒന്നും ആയിരിക്കില്ല, എങ്കിലും എന്തായിരിക്കും? സ്ക്വയർ വരയ്ക്കാൻ നിങ്ങൾക്ക് എന്തായാലും ചോദിക്കും. അപ്പൊ നോക്കിയേ, ഡ്രോ എ സ്ക്വയർ വിത്ത് ഡയഗണൽ 6 സെന്റിമീറ്റർ. വികരണങ്ങളുടെ നീളം 6 സെന്റിമീറ്റർ ആയിട്ടുള്ള സമചതുരം വരയ്ക്കുക. അപ്പൊ മക്കൾ എപ്പോഴും ചെയ്യേണ്ട കാര്യം, വരയ്ക്കാനുള്ള ക്വസ്റ്റ്യൻ ചോദിക്കുന്ന സമയത്ത് നമുക്ക് ആദ്യം മൈൻഡിൽ വേണം എന്താണ് വരയ്ക്കേണ്ടതെന്ന്. പക്ഷെ മൈൻഡിൽ മാത്രം ഉണ്ടായി നിന്നിട്ട് കാര്യമില്ല. എന്താണ് മൈൻഡിൽ മാത്രം ഉണ്ടായിട്ട് നിന്നിട്ട് നമുക്ക് നോക്കി വരയ്ക്കാനൊന്നും പറ്റില്ലല്ലോ, മറന്നു പോകും അല്ലേ. അപ്പൊ എന്ത് ചെയ്യുക, ഈ മൈൻഡിൽ വന്ന ആ കാര്യം നമ്മൾ ഒന്ന് പേപ്പറിൽ റഫായിട്ടൊന്ന് വരച്ചു വെക്കുക. ഓക്കെ, എന്നിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ, നിങ്ങളുടെ സ്കെയിലും പ്രൊട്രാക്ടറും എല്ലാം യൂസ് ചെയ്തിട്ട് വരയ്ക്കാൻ. ഓക്കെ, റെഡി? അപ്പൊ നോക്കിയടാ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, ആദ്യം സമചതുരാണ് അല്ലെ പറഞ്ഞത്, സമചതുരാണ് പറഞ്ഞത്. ആൻഡ് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് സമചതുരത്തിന്റെ വികരണം എന്ന് പറയുന്നത് എത്രയാന്നാ പറഞ്ഞത്? 6 സെന്റിമീറ്റർ ആണ് അല്ലെ. ഇതെന്ന് പറയുന്നത് 6 സെന്റിമീറ്റർ ആണ്. ഇനി നോക്ക്, 6 സെന്റിമീറ്റർ ആണ് ഒരു ഡയഗണൽ അല്ലെങ്കിൽ ഒരു വികരണം. എങ്കിൽ അടുത്ത വികരണം എന്തായിരിക്കടാ? ഒബ്വിയസ്ലി 6 സെന്റിമീറ്റർ തന്നെ ആയിരിക്കും അല്ലെ. വികരണങ്ങൾ പരസ്പരം എന്താണ്? അത് ലംബ സമഭാജികളാണ്. അതുപോലെ വികരണങ്ങൾ തുല്യവുമാണ്. വികരണങ്ങൾക്ക് 2 പ്രത്യേകത ആണുള്ളത്. എന്തൊക്കെയായിരുന്നടാ? വികരണങ്ങൾ തുല്യമാണ്, അതുപോലെ എന്താണ്? ഡയഗണൽസ് എന്താടാ? പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് ആണ്. അപ്പൊ എന്തായിരിക്കും? ഇത് 6 ആണെങ്കിൽ ഇവിടുന്ന് ഇങ്ങോട്ട് വരയ്ക്കുന്നതും എന്തായിരിക്കും? 6 സെന്റിമീറ്റർ തന്നെ ആയിരിക്കും. അതുപോലെ എന്താണ്? ഇത് പരസ്പരം ലംബ സമഭാജി അല്ലെങ്കിൽ പെർപെൻഡിക്കുലർ ബൈസെക്ടർ എന്നാണ് അല്ലേ പറഞ്ഞത്. അതായത് ഇവന് 3 ആണെങ്കിൽ ഇവിടുന്ന് ഈ ഒരു ഡയഗണലിന് എന്ത് ചെയ്യുന്നു? മറ്റൊരു ഡയഗണൽ വന്ന് ഇടിച്ച് 2 കഷ്ണങ്ങളാക്കുന്നു അല്ലേ. എങ്ങനെ? ഈക്വൽ ആയിട്ടുള്ള കഷ്ണങ്ങളാക്കും. അതായത് ഇത് 6 ആണെങ്കിൽ ഇവിടുന്ന് ഇവിടം വരെയുള്ള പോർഷൻ എന്ന് പറയുന്നത് 3 ആയിരിക്കും. അതുപോലെ ഇവിടുന്ന് ഇവിടം വരെയുള്ള പോർഷൻ എന്ന് പറയുന്നത് 3 ആയിരിക്കും. അതുപോലെ ഇവനും 6 ആണ്, ഇവിടുന്ന് ഇവിടം വരെ 3 ആയിരിക്കും, ഇവിടുന്ന് ഇവിടം വരെ 3 ആയിരിക്കും. ഓൾസോ പെർപെൻഡിക്കുലർ ബൈസെക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവന്മാരുടെ ഇടയിലുള്ള കോണുകളെല്ലാം എന്താണ്? 90 ഡിഗ്രി ആണ്. അപ്പൊ നമ്മൾ എന്താടാ വരയ്ക്കേണ്ടത്? ഒരു 6 and 6 ഉള്ള പെർപെൻഡിക്കുലർ ബൈസെക്ടർ ആണ് അല്ലേ വരയ്ക്കേണ്ടത്. അപ്പൊ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കാൻ മക്കൾക്ക് എല്ലാവർക്കും അറിയില്ലേ? പക്ഷെ ജസ്റ്റ് വരച്ച് കാണിച്ചു തരാം. അതായതടാ, ഇതാ നോക്ക്, എന്ത് ചെയ്യാ? ആദ്യം 6 സെന്റിമീറ്ററിൽ ഒരു ലൈൻ വരയ്ക്കുന്നു. ദെൻ എന്താ ചെയ്യേണ്ടത്? അതിനൊരു പെർപെൻഡിക്കുലർ ബൈസെക്ടർ വേണം അല്ലെ. പെർപെൻഡിക്കുലർ ബൈസെക്ടർ വേണം. അപ്പൊ നോക്ക്, എന്താ വേണ്ട? നമുക്ക് കോമ്പസ് എടുക്കുന്നു, ഇതിന്റെ പകുതിയിലധികം എടുക്കുന്നു. എന്നിട്ട് എന്താണ്? മുകളിലേക്ക് എന്ത് ചെയ്യാ? മുകളിലേക്ക് എന്ത് ചെയ്തു? ഒരു ആർക്ക് വരച്ചു. അതുപോലെ താഴോട്ടും എന്ത് ചെയ്യുക? ഒരു ആർക്ക് വരയ്ക്കുക. ദെൻ ഇവിടെ വെക്കുന്നു. എന്ത് ചെയ്യുക? ഈ ആർക്കിനെ കൂട്ടിമുട്ടുന്ന രീതിയിൽ അടുത്ത ആർക്ക് വരയ്ക്കാം. ദെൻ ഇവിടേക്കും എന്ത് ചെയ്യുക? അടുത്ത ആർക്ക് വരയ്ക്കാം. ഇവർ കൂട്ടിമുട്ടിയിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യണം? ഇവനൊന്നുകൂടി നീട്ടി വരയ്ക്കാം. ഓക്കെ, ഇവനൊന്നുകൂടി എന്ത് ചെയ്യുക? നീട്ടി വരയ്ക്കുക. സിമ്പിൾ കാര്യം. അപ്പൊ എന്താണ്? ഇവന്മാർ രണ്ടാളും കൂട്ടിമുട്ടിയിലെ ഒരു ബിന്ദുവിൽ, കൂട്ടിമുട്ടിയിലെ ഒരു പോയിന്റിൽ, അതിന്റെ ഇടയിലൂടെ നമ്മൾ എന്ത് ചെയ്യണം? ഇങ്ങനെ ഒരു വലിയ ലൈന് വരയ്ക്കണം. ഓക്കെ, ഇങ്ങനെ ഒരു വലിയ ലൈന് വരയ്ക്കണം. പക്ഷെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇവിടുന്ന് ഇങ്ങോട്ടുള്ളത് 3 ആണ്, ഇവിടുന്ന് ഇങ്ങോട്ടുള്ളത് 3 ആണ്, അതുപോലെ ഇവിടുന്ന് ഇങ്ങോട്ടും 3 ആണ് വേണ്ടത്, ഇവിടുന്ന് ഇങ്ങോട്ടും 3 ആണ് വേണ്ടത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ മതി? ശരിക്ക് എന്ത് ചെയ്താൽ മതി? കോമ്പസിൽ നോക്ക്, 3 സെന്റിമീറ്റർ എടുക്കുക. യെസ്, മുകളിലും 3 മാർക്ക് ചെയ്യുക, താഴെ എന്ത് ചെയ്യുക? 3 മാർക്ക് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്താൽ മതിയടാ? ഇവന്മാരൊക്കെ യോജിപ്പിച്ചത് ഈ 3ലേക്ക് ഒന്ന് വരയ്ക്കുക. ഇവിടുന്ന് ഇങ്ങോട്ടൊരു ലൈൻ വരയ്ക്കുന്നു, ഇവിടുന്ന് ഇങ്ങോട്ടൊരു ലൈൻ വരയ്ക്കുന്നു, ഇവിടുന്ന് ഇങ്ങോട്ടൊരു ലൈൻ വരയ്ക്കുന്നു. സിമ്പിൾ അല്ലേ കാര്യം? അപ്പൊ നമ്മൾ എല്ലാവരും സ്ക്വയർ അല്ലെങ്കിൽ സമചതുരം വരയ്ക്കാൻ പഠിച്ചു അല്ലെ. സിമ്പിൾ ആയിട്ട് വികരണം തന്നാൽ എങ്ങനെയാ വരയ്ക്കാൻ നമുക്കൊക്കെ അറിയാം. അങ്ങനെയെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്. റോംബസ് വിത്ത് സൈഡ് 5 സെന്റിമീറ്റർ
ആൻഡ് ആൻ ആംഗിൾ 30 ഡിഗ്രി. വശങ്ങളുടെ നീളം 5 സെന്റിമീറ്ററും അവയ്ക്കിടയിലുള്ള കോൺ 30 ഡിഗ്രിയുമായിട്ടുള്ള സമഭുജ സാമാന്തരികം വരയ്ക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ ആലോചിക്കണം, എന്താണ് സമഭുജ സാമാന്തരികത്തിന്റെ അല്ലെങ്കിൽ റോംബസിന്റെ പ്രത്യേകത? എല്ലാ വശങ്ങളും തുല്യമായിരിക്കും അല്ലെ. എല്ലാ വശങ്ങളും തുല്യമായിട്ടുള്ള സാമാന്തരികമാണ് നമ്മളുടെ ആര്? സമഭുജ സാമാന്തരികം അല്ലെങ്കിൽ റോംബസ് എന്ന് പറയുന്നത്. അപ്പൊ ജസ്റ്റ് റഫ് ആയിട്ട് നിങ്ങളൊന്ന് വരച്ചു നോക്കുക. ഇതാ നോക്ക്, സമഭുജ സാമാന്തരികമാണ് പറഞ്ഞത്. അപ്പൊ എല്ലാ വശങ്ങളും എത്രയാണ്? 5 5 5 5 ആണ്. ഓൾസോ എന്താ നമുക്ക് പറഞ്ഞിട്ടുണ്ട്, അവക്കിടയിലുള്ള കോണ് 30 ഡിഗ്രി എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. അപ്പൊ ഏതോ രണ്ടെണ്ണത്തിന്റെ ഇടയിലുള്ള കോണ് 30 ഡിഗ്രി ആണ് എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ ഒരു അളവുകൾ വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ വരയ്ക്കാൻ പോകുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം എന്ത് ചെയ്യുക? 5 സെന്റിമീറ്ററിൽ ഒരു ലൈൻ വരയ്ക്കുക. എന്ത് ചെയ്യുന്നു? 5 സെന്റിമീറ്ററിൽ ഒരു ലൈൻ വരയ്ക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്യുക? 30 ഡിഗ്രിയിൽ അടുത്ത 5 സെന്റിമീറ്റർ വരയ്ക്കുക അല്ലെ. അടുത്ത 30 ഡിഗ്രിയിൽ. അപ്പൊ നോക്ക്, പൊട്രാക്ടറിൽ പൊട്രാക്ടർ ഈ ഒരു എൻഡിൽ വെക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്യടാ? 30 ഡിഗ്രി കറക്റ്റ് അങ്ങ് അടയാളപ്പെടുത്തുന്നു. അതിലൂടെ കടന്നു പോകുന്ന എത്ര സെന്റിമീറ്ററിലെ ലൈനാണ് വരയ്ക്കേണ്ടത്? 5 സെന്റിമീറ്ററിൽ ഒരു ലൈൻ വരയ്ക്കണം അല്ലെ. അപ്പൊ നോക്ക്, 5 സെന്റിമീറ്ററിൽ ഒരു ലൈൻ വരച്ചു. ഓക്കെ, 30 ഡിഗ്രിയിൽ 30 ഡിഗ്രിയാണ്. ഇത് 5 ആണ്, ഇത് 5 ആണ്. ഇനി എന്തൊക്കെയാണ് നമുക്ക് വേണ്ട? 5 സെന്റിമീറ്റർ ഇവിടുന്ന് ഇങ്ങോട്ടും ഒരു 5 സെന്റിമീറ്റർ വേണം, ഇവിടുന്ന് ഇങ്ങോട്ടും ഒരു 5 സെന്റിമീറ്റർ വേണം. അപ്പോൾ മക്കൾ എപ്പോഴും ആലോചിക്കേണ്ട കാര്യം, ഒരു ചതുർഭുജം അല്ലെങ്കിൽ ക്വാഡ്രിലാറ്ററൽ വരയ്ക്കാൻ പറഞ്ഞു. 2 വശങ്ങൾ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. മൂന്നാമത്തെയും നാലാമത്തെയും വശത്തിന്റെ നീളം മക്കൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾ അത് എങ്ങനെയാണ് വരയ്ക്കേണ്ടത് അറിയോ? അത് നമ്മളുടെ കോമ്പസ് യൂസ് ചെയ്തിട്ടാണ് വരയ്ക്കേണ്ടത്. അതായത് നോക്ക്, നമുക്കറിയാം ബാക്കിയുള്ള 2 വശവും ഇവിടുന്ന് ഇങ്ങോട്ടുള്ളതും 5 ആണ്, ഇവിടുന്ന് ഇങ്ങോട്ടുള്ളതും 5 ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? കറക്റ്റ് കോമ്പസിൽ 5 സെന്റിമീറ്റർ എടുത്തു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? ഇവിടുന്ന് ഇങ്ങോട്ട് 5 ആണ് എന്നാ പറഞ്ഞത്. അപ്പൊ ഇവിടെ വെക്കുന്നു, 5 സെന്റിമീറ്റർ മാർക്ക് ചെയ്യുന്നു. ഇവിടുന്ന് ഇങ്ങോട്ടും എന്താണ്? 5 ആണ്. അപ്പൊ ഇവിടെ വെക്കുന്നു, എന്ത് ചെയ്യുന്നു? 5 സെന്റിമീറ്റർ മാർക്ക് ചെയ്യുന്നു. അപ്പൊ എന്ത് ചെയ്തു? ഇവന്മാർ രണ്ടാളും ഈ ഒരു പോയിന്റിൽ എന്ത് ചെയ്തോടാ? കൂട്ടിമുട്ടി അല്ലേ. ഇനി എന്ത് ചെയ്താൽ മതി? ഈ ഒരു കൂട്ടിമുട്ടിയ പോയിന്റിലേക്ക് നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ടും ലൈൻ വരയ്ക്കുന്നു, ഇവിടുന്ന് ഇങ്ങോട്ടും ലൈൻ വരയ്ക്കുന്നു. ഇതാണ് നമ്മളുടെ സമഭുജ സാമാന്തരികം അല്ലെങ്കിൽ റോംബസ് എന്ന് പറയുന്നത്. സിമ്പിൾ ആയിട്ടുള്ള കാര്യമല്ലേ? സിമ്പിൾ അല്ലേ? അപ്പൊ ജസ്റ്റ് വരയ്ക്കാനുള്ള ചോദ്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് വലിയ മാർക്കിനാണ് വരാൻ പോകുന്നത്. അപ്പൊ എന്താണ്? സിമ്പിൾ ആയിട്ട് വരയ്ക്കാൻ പറ്റുന്നതേ ഉള്ളൂ. ഒന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ മക്കളെ. അപ്പൊ നോക്കിയാൽ അടുത്ത ഡ്രോ എ ക്വാഡ്രിലാറ്ററൽ ഷോൺ ബിലോ വിത്ത് ദ ഗിവൺ മെഷർമെന്റ്. ചുവടെ കാണിച്ചിരിക്കുന്ന ചതുർഭുജം തന്നിരിക്കുന്ന അളവിൽ വരയ്ക്കാനാണ് നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ എന്താണ് ഇവിടെ തന്നിട്ടുള്ളത്? നോക്ക്, 7 സെന്റിമീറ്റർ ആണ് ഈ ഒരു വശം 7 സെന്റിമീറ്റർ ആണ്. ഇത് 4 സെന്റിമീറ്റർ ആണ്. ഇത് എത്രയാടാ? 5 സെന്റിമീറ്റർ ആണ്. ആൻഡ് ഇവൻ എത്രയാടാ? 5 സെന്റിമീറ്റർ ആണ്. ഓൾസോ ഇവൻ എത്രയാടാ? 8 സെന്റിമീറ്റർ ആണ്. ഓക്കെ, 8 സെന്റിമീറ്റർ ആണ്. ഇതാണ് നമുക്ക് തന്നിട്ടുള്ള വശങ്ങൾ എന്ന് പറയുന്നത്. എങ്ങനെയായിരിക്കും വരയ്ക്കുക? സിമ്പിൾ ആയിട്ട് വരയ്ക്കുക അല്ലെ. ഇവിടെ നോക്ക്, നിങ്ങൾക്ക് ഇവിടെ ഒരു ത്രികോണം കാണാൻ പറ്റും അല്ലെ. ഒരു വശം 7 ആണ്, ഒരു വശം 5 ആണ്, ഒരു വശം 8 ആണ് അല്ലെ. ഇങ്ങനെ 3 വശങ്ങളും അറിയുന്ന ഒരു ത്രികോണം നമുക്ക് കാണാൻ പറ്റും. ത്രികോണം വരയ്ക്കാൻ നിങ്ങൾക്ക് അറിയില്ലേ? 3 വശങ്ങളും അറിയെങ്കിൽ ത്രികോണം വരയ്ക്കാൻ നിങ്ങൾക്ക് സിമ്പിൾ അല്ലേ. അപ്പൊ എന്ത് ചെയ്താൽ മതി? ആദ്യം നിങ്ങൾ എന്ത് ചെയ്യുക? ആ ത്രികോണം അങ്ങ് വരയ്ക്കാം. ആദ്യം എന്ത് ചെയ്യുക? ത്രികോണാണ് വരയ്ക്കാൻ പോകുന്നത്. അപ്പൊ നോക്ക്, താഴത്തത് 7 സെന്റിമീറ്റർ ആണ്. താഴത്തെയുള്ള ലൈൻ എന്ന് പറയുന്നത് 7 സെന്റിമീറ്റർ ആണ്. ദെൻ എന്താടാ അടുത്തത്? ഇവിടുന്ന് ഇങ്ങോട്ട് 5 ആണ്. ഇവിടുന്ന് ഇങ്ങോട്ട് 5 ആണ് അല്ലെ. അപ്പൊ നമ്മൾ ആദ്യം ആദ്യം എന്ത് ചെയ്യുക? കോമ്പസിൽ 5 എടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? ഇവിടുന്ന് 5 സെന്റിമീറ്റർ ഫസ്റ്റ് വരയ്ക്കുന്നു. ഓക്കെ, 5 സെന്റിമീറ്റർ ഫസ്റ്റ് വരയ്ക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്യും? ഇവിടുന്ന് 8 ആണ് അല്ലേ വേണ്ടത്. അപ്പൊ കോമ്പസിൽ 8 എടുക്കാം. മിസ് കറക്റ്റ് വരയ്ക്കുന്നില്ല, ജസ്റ്റ് വരച്ചു വെക്കാം. ഓക്കെ, 8 എടുക്കുന്നു. ഇവിടുന്ന് 1 വരയ്ക്കുന്നു. ഓക്കെ, ഇവിടുന്ന് 8 എടുത്തു, ഒരു ആർക്ക് വരച്ചു. ഓൾസോ ഇവിടുന്ന് എത്ര എടുത്ത് വരച്ചുടാ? 5 എടുത്ത് വരച്ചു. ഇവർ രണ്ടാളും കൂട്ടിമുട്ടുന്നതിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു? ലൈൻസ് വരയ്ക്കുന്നു. ഓക്കെ, അപ്പൊ ഈ ഒരു ത്രികോണം കിട്ടിയില്ലേ. ഇതെന്താണ്? 7 സെന്റിമീറ്റർ ആണ്. ഇത് എത്രയാണ്? 8 സെന്റിമീറ്റർ ആണ്. ഓൾസോ ഇവൻ എത്രയാടാ? 5 സെന്റിമീറ്റർ ആണ്. ബാക്കി നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യില്ലേ? സിമ്പിൾ ആയിട്ടുള്ള കാര്യമല്ലേ. എന്താണ് ഇവിടെ? എന്താടാ? ഒരു ത്രികോണം തന്നെയാണ് അല്ലെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഈ 8 സെന്റിമീറ്ററിന്റെ ഈ ഭാഗത്ത്
നമ്മൾ കോമ്പസ് വെക്കുന്നു, 4 സെന്റിമീറ്ററിൽ ആർക്ക് വരയ്ക്കുന്നു. ഈ ഭാഗത്ത് നമ്മൾ കോമ്പസ് വെക്കുന്നു, 5 സെന്റിമീറ്ററിൽ ആർക്ക് വരയ്ക്കുന്നു. രണ്ടും കൂട്ടിമുട്ടുന്ന ബിന്ദുവിലേക്ക് നമ്മൾ എന്ത് ചെയ്യും? ലൈൻസ് അങ്ങ് വരച്ചെടുക്കും. സിമ്പിൾ അല്ലേ കാര്യം? സിമ്പിൾ അല്ലേ കാര്യം? അങ്ങനെയെങ്കിൽ അടുത്ത ക്വസ്റ്റ്യനും കൂടെ മിസ് പറയട്ടെ. സോ അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്. ഡ്രോ എൻ ഐസോസെലസ് ട്രപ്പീസിയം ABCD വിത്ത് ആംഗിൾ A = 80 ഡിഗ്രി. ആംഗിൾ A 80 ആയ സമപാർശ്വലംബകം ABCD വരയ്ക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ എന്താണ് നമ്മൾ സാധാരണ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ ആദ്യം റഫ് ഫിഗർ വരച്ചു വെക്കൂ അല്ലെ. പക്ഷെ ഇവിടെ ഓൾറെഡി എന്താണ് റഫ് ഫിഗർ കൊടുത്തിട്ടുണ്ട്. നോക്ക്, നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ABCD അല്ലെ, ABCD. ഓക്കെ, ഇതെന്താണ് 7 യെസ്, താഴെയുള്ള ഈ ഒരു സൈഡ് എന്ന് പറയുന്നത് 7 ആണ്. ഈ സൈഡ് 3 സെന്റിമീറ്റർ ആണ്. ഇവയ്ക്കിടയിലുള്ള ആംഗിൾ എന്ന് പറയുന്നത് 80 ഡിഗ്രി ആണ്. അപ്പോൾ മക്കളെ മൈൻഡിലേക്ക് ആദ്യം വരേണ്ടത് നമ്മളുടെ ഈ ഒരു സമപാർശ്വലംബകം അല്ലെങ്കിൽ ഐസോസെലസ് ട്രപ്പീസിയത്തിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാടാ? നമുക്കറിയാം അല്ലെ, ഇത് 80 ഡിഗ്രി ആണെങ്കിൽ ഇവനും എത്ര തന്നെയാണ്? 80 ഡിഗ്രി തന്നെയാണ്. ഓൾസോ എന്താടാ നമുക്കറിയാം, രണ്ട് എന്തായിരിക്കും? ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആയിരിക്കും അല്ലെ. ഇത് 3 സെന്റിമീറ്റർ ആണെങ്കിൽ ഇവനും എത്രയാണ്? 3 സെന്റിമീറ്റർ തന്നെയാണ്. അപ്പോൾ നമ്മൾ എങ്ങനെയാ വരയ്ക്കുക? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. 7 സെന്റിമീറ്ററിൽ ഒരു ലൈൻ വരയ്ക്കുന്നു, 80 ഡിഗ്രിയിൽ 3 സെന്റിമീറ്റർ വരയ്ക്കുന്നു, 80 ഡിഗ്രിയിൽ 3 സെന്റിമീറ്റർ വരയ്ക്കുന്നു. സിമ്പിൾ അല്ലേ കാര്യം? നോക്ക് യെസ്, 7 സെന്റിമീറ്റർ വരയ്ക്കുന്നു, എന്നിട്ട് എന്താണ് ചെയ്യുക? 80 ഡിഗ്രി അല്ലെ, 80 ഡിഗ്രി മാർക്ക് ചെയ്യുന്നു. 80 ഡിഗ്രിയിൽ 3 സെന്റിമീറ്റർ ലൈൻ വരയ്ക്കുന്നു. യെസ്, 3 സെന്റിമീറ്റർ ലൈൻ വരയ്ക്കുന്നു. ഇവിടെ എന്താണ്? 80 ഡിഗ്രി മാർക്ക് ചെയ്യണം. ആദ്യം 80 ഡിഗ്രി മാർക്ക് ചെയ്യുന്നു. എന്ത് ചെയ്യാ? ഇവിടെ എന്ത് ചെയ്യടാ? 3 സെന്റിമീറ്ററിൽ ഒരു ലൈൻ വരയ്ക്കാം. യെസ്, 3 സെന്റിമീറ്റർ ലൈൻ വരയ്ക്കുന്നു. ഇthen എന്ത് ചെയ്താൽ മതി? ഇനി എന്താ ചെയ്താൽ മതി? നമ്മൾ ജസ്റ്റ് ഇവന്മാർ രണ്ടാളെയും കൂട്ടി യോജിപ്പിച്ചാൽ മതി. സിമ്പിൾ. യെസ്, ഇതാണ് എന്ത്? നമ്മളുടെ സമപാർശ്വലംബകം അല്ലെങ്കിൽ ഐസോസെലസ് ട്രപ്പീസിയം. സിമ്പിൾ അല്ലേ കാര്യം? അപ്പോൾ ഈ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണടാ നിങ്ങൾക്ക് ഈ ഒരു എക്സാമിന്, ക്രിസ്മസ് എക്സാമിന് നിങ്ങൾക്ക് വരയ്ക്കാനുള്ള ചോദ്യമായിട്ട് ചോദിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ അടിപൊളിയായിട്ട് പഠിച്ചു വെക്കുക, മറക്കാതെ പഠിച്ചു വെക്കുക. എന്ത്? നമ്മുടെ സ്ക്വയർ എങ്ങനെയാ വരയ്ക്കുക, റെക്ടാങ്കിൾ എങ്ങനെയാ വരയ്ക്കുക, ഐസോസെലസ് ട്രപ്പീസിയം എങ്ങനെയാ വരയ്ക്കുക, റോംബസ് എങ്ങനെയാ വരയ്ക്കുക, ആൻഡ് അതിന്റെ പ്രോപ്പർട്ടീസ് ഒന്ന് ആലോചിച്ച് വെക്കുക. അപ്പോൾ ഓർത്ത് വെച്ചോ, ഇതെന്തായാലും നിങ്ങളുടെ ക്രിസ്മസ് എക്സാമിന് കണ്ടിരിക്കും. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ആൻഡ് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഓൾ ദി ബെസ്റ്റ് ആൻഡ് ബൈ.